No matter what time it is, early morning, noon, evening, midnight, no, we have only one time, study time. ഒരുപാട് പഠിക്കാനുണ്ട്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്. ബട്ട് സ്റ്റിൽ വി ഡോണ്ട് നോ വൈ ഷുഡ് വി ലേൺ ഇറ്റ്. ബട്ട് all of these efforts are for one thing. Yes, for my future. Board exams are going on. സമയമില്ല, എനിക്ക് സമയമില്ല, നിങ്ങൾക്കും സമയമില്ല, ആർക്കും സമയമില്ല. ബിക്കോസ് എക്സാംസ്, 10ാം ക്ലാസ്സിൻ്റെ എക്സാം, +2ൻ്റെ എക്സാം, +1ൻ്റെ എക്സാം, മറ്റ് ഒരുപാട് ബോർഡ് എക്സാംസ്, എല്ലാവർക്കും എക്സാമാണ് മാർച്ച് മാസം. പഠിച്ചണം അല്ലേ? പഠിച്ചണ്ട, പഠിച്ചിട്ട് പറ്റാം ഒരു കാര്യമില്ല. A+ വാങ്ങണം അല്ലേ? വാങ്ങണ്ട, വാങ്ങിയിട്ട് പറ്റാം ഒരു കാര്യമില്ല. ബിക്കോസ് ദാറ്റ്സ് അവർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ A+ വേണ്ടേ? വാങ്ങണം. പഠിക്കണം. പഠിച്ചിട്ട് കാര്യമുണ്ട്. ആർക്ക്? എയിമുള്ളവർക്ക്. എന്ത് എയിം? ഒരു എയിമുമില്ല. നിങ്ങളിപ്പോൾ പഠിക്കുന്ന എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, ഇത്രയും കാലം നിങ്ങൾ എന്ത് പഠിച്ചു ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നോ മാറ്റർ. നിങ്ങൾ ഫ്രണ്ട് ബെഞ്ചറായിക്കോട്ടെ, ബാക്ക് ബെഞ്ചറായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ എത്ര ആൾക്കാരുണ്ട്, നിങ്ങളുടെ പിന്നിൽ എത്ര ആൾക്കാരുണ്ട്, അതിലൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ എക്സാംസാണ്. എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ മാർക്ക് ഉണ്ടാക്കി A+ എങ്കിൽ A+ നേടുക. അത്രേ നിങ്ങളുടെ ലക്ഷ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ബിക്കോസ് ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇവിടെ പഠിച്ചിട്ട് കാര്യമുണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഫ്യൂച്ചറിൽ കാണും അല്ലേ? മനസ്സിലായില്ലല്ലോ പറഞ്ഞാൽ. JEE എക്സാം എഴുതി IIT എഞ്ചിനീയറിംഗ് പഠിക്കണം, അതാ പ്ലാന്. എന്നാൽ പിന്നെ +2 പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, കാരണം സിലബസ് സെയിമാണ്. ഒരു പടിക്ക് 2 പക്ഷി. നീറ്റ് എക്സാം എഴുതണം, നീറ്റ് എക്സാമിൻ്റെ സിലബസും +2ൻ്റെ സിലബസും സെയിമാണ്. +2 പഠിക്കാം, നഷ്ടമല്ല. +1ന് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. 10ാം ക്ലാസ് പഠിച്ചാൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കയറാം. 10ാം ക്ലാസ് പഠിക്കണം, നഷ്ടമല്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കയറണം, CUT എക്സാമാണ്. അതുകൊണ്ട് പിന്നെ +2 പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, +2ൻ്റെ സിലബസ് തന്നെയാണ് CUTക്കും വരുന്നത്. +2 പഠിച്ചാൽ വിൻ സിറ്റുവേഷൻ. ലൈക്ക് ദാറ്റ് നിങ്ങൾക്കൊരു ചെറിയൊരു പ്ലാൻ ഫ്യൂച്ചറിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ എന്താ നിങ്ങൾ അടുത്ത കോഴ്സ് എന്താ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾ SSLCയിൽ A+ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ +2ൽ എത്ര മാർക്ക് വാങ്ങണം എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും അല്ലേ? ഇപ്പം പണ്ടത്തെ പോലെ അല്ല, എല്ലാവർക്കും പുതിയ ഐഡിയാസ് ഉണ്ട്, പുതിയ കരിയർ ഓപ്ഷൻസ് ഉണ്ട്, ആയിരക്കണക്കിന് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. സോ എനിക്ക് ഡിഗ്രി വേണ്ട, എൻജിനീയറിംഗ് വേണ്ട, മെഡിക്കൽ വേണ്ട, ഇങ്ങനത്തെ ഒരു സാധനം വേണ്ട. പിന്നെ എനിക്കൊരു ഫ്രീലാൻസ് വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണം, എനിക്ക് ഫുൾ ടൈം ട്രാവൽ കണ്ടൻറ് ക്രിയേറ്റർ ആവണം, പറ്റും. ഓപ്ഷൻസ് ഉണ്ട്, അത് പ്രൊഫഷണലാക്കി നടക്കുന്ന ആളുകളുണ്ട്. സോ തൗസൻഡ്സ് ഓഫ് കരിയർ ഓപ്ഷൻസ് ആർ ദർ. ഓക്കെ. പക്ഷേ ഏതായാലും ഇപ്പം SSLC എക്സാംസ് ആണ്, +2 എക്സാംസ് ആണ്, +1 എക്സാംസ് ആണ്, മറ്റുള്ള മത്സര പരീക്ഷകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് എങ്ങനെ നല്ല സ്കോർ നേടാം, നമ്മുടെ ഫ്യൂച്ചർ എന്തേ ആയിക്കോട്ടെ, അവിടേക്ക് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇവിടെ നമുക്ക് സ്കോർ വാങ്ങണം എന്നാണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, ദെൻ ഹൗ ക്യാൻ പോസിബിൾ? പുസ്തകം ഇപ്പോൾ ഇത്ര കട്ടിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഒന്നും പഠിച്ചാണ്ടാവില്ല, അതാണ് വിഷയം. പക്ഷെ എങ്ങനെ പഠിക്കണം എന്നറിയാത്ത പ്രശ്നമാണ് പലർക്കും ഉള്ളത്. അപ്പോൾ ഇത്തരം ബോർഡ് എക്സാംസിൽ മാർക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റ് 10ാം ക്ലാസ് +2ൻ്റെ ബോർഡ് വളരെ ഈസിയാണ്, ഒരു കാര്യമില്ല, വെറുതെ ഒരു എക്സാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തരം എക്സാംസിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റഡി ഹാക്സ്. ഓക്കെ. ഫുള്ള് പഠിക്കാനുണ്ടാവും, നമുക്ക് ഒരുപാട് 100 കണക്കിന് പേജുകളിൽ ഒരു വിഷയം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ എല്ലാം കൂടെ പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 5 കീവേഡ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഒരു സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ തന്നെ സബ്ബായിട്ട് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെയൊക്കെ ഓരോന്നിലും 5 പോയിൻ്റ് എന്ന് വെച്ചാൽ ഒരു വരിയുള്ള പോയിൻ്റ് അല്ല, 5 കീവേഡ് നമ്മൾ പഠിച്ചു വെക്കുക. എന്നാൽ തന്നെ നമുക്കത് എക്സാംസിന് തമ്മിൽ നല്ല യൂസ്ഫുൾ ആവും. അത് പഠിച്ചു വെക്കാൻ നമുക്ക് കുറേ ഇതൊന്നും വേണ്ട, ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഒരു എക്സാമ്പിളിന് ഇന്ത്യ എന്ന രാജ്യത്തെ എക്കണോമിയെ പറ്റിയിട്ടാണ് ചോദ്യം. അവിടെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റിയ ഒരു 5 പോയിൻ്റ് എന്ന് വെച്ചാൽ, 1 അൺഎംപ്ലോയ്മെൻറ്റ്, 2 പോവർട്ടി, ഇത്തരത്തിലുള്ള പോയിൻറ്റ്സാണ് വേണ്ടത്. ആ പോയിൻ്റ് നമ്മൾ
കൂടുതൽ എഴുതി ഉണ്ടാക്കണം. അത് നമ്മുടെ സ്കില്ലാണ്. അൺഎംപ്ലോയ്മെൻറ്റ്, അപ്പോൾ ആ വിഷയത്തെ പറ്റി അപ്പം ആ പോയിൻ്റ് എഴുതി വെച്ചാൽ പിന്നെ നമുക്കത് കത്തിച്ച് വിടണം. അത് പിന്നെ എങ്ങനെയും പോയിക്കോട്ടെ, ആൾക്കാർ ആ പോയിൻ്റ് ഉണ്ടോയെന്ന് നോക്കുള്ളൂ. ഓക്കെ. അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ വളരെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഇതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പല ലേ ഓഫ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കമ്പനീസും ഇവരെ പിരിച്ചുവിടുന്നുണ്ട്. ഒരുപാട് പഠിച്ചിട്ടും പണി കിട്ടാത്ത ആളുകളുണ്ട്. ബിക്കോസ് എല്ലാവരും A+ന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. മനസ്സിലായോ? അപ്പം അങ്ങനെ നമുക്ക് കത്തിച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റണം. രണ്ടാമത്തെ കാര്യം റിവേഴ്സ് മോഡ് ഓഫ് സ്റ്റഡി. അതായത് നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് അത് മാത്രം നമ്മൾ പഠിച്ചോളൂ, അല്ലേ? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം, സ്പൂൺ ഫീഡിങ് മിസ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം 10 + 4 14 നമ്മൾ പഠിച്ചു. പക്ഷേ അങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് A+ കിട്ടും, ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതിന് നമ്മളെന്ത് ചെയ്യണം? 14 - 4 10 എന്നുള്ള രീതിയിൽ ചിന്തിക്കണം. അതാരും ചെയ്യാത്തൊരു പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നോക്ക്. 150ൻ്റെ ഒരു 20%. ഓക്കെ, അപ്പോൾ എത്ര വരിക? 30 എന്ന് കിട്ടി, അല്ലേ? അത് നമുക്ക് കിട്ടി. പക്ഷേ 30 ഏതിൻ്റെ 20% നമ്മളാരും ചിന്തിക്കാറില്ലല്ലോ, ഇല്ലല്ലോ? യെസ്, 30 ഏതിൻ്റെ 75%. പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല, പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടി വരും. പക്ഷേ 40ൻ്റെ 75% എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയും 30. അപ്പോൾ നമ്മളങ്ങനെയാണ് പഠിച്ചു പോകുന്നത്, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ പഠിച്ചാൽ നമ്മളാരും ഒരുങ്ങുന്നില്ല. അതാണ് റിവേഴ്സ് മോഡ് ഓഫ് സ്റ്റഡിയും കൂടെ കൊണ്ടുപോയാൽ പെട്ടെന്ന് നമുക്കത് മൈൻഡിൽ നിൽക്കും. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാലാണ് നമുക്ക് അതിനോടൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് റിവേഴ്സ് മോഡിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ബൈഹാർട്ടാക്കി പഠിക്കരുത്. എന്തെങ്കിലും വിഷയത്തെ പറ്റി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഒരുപാട് പേജുണ്ട്, അതൊക്കെ ജസ്റ്റ് 4-5 പോയിന്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുള്ളൂ. അത്രേ പഠിക്കാൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കുറേ നേരം വായിച്ച് തലമുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി പഠിക്കാനാണെങ്കിൽ 5 മിനിറ്റിന് ഉണ്ടാവുള്ളൂ സംഭവം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ പഠിച്ചത്. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കും, സ്റ്റിൽ നമുക്കത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അത് പഠിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മാനേജറെ പറ്റി, മാനേജർ ക്വാളിറ്റീസ് എന്താണ്, മാനേജർ റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം. ഓരോന്ന് 5 മാർക്കിനൊക്കെ ചോദിക്കാം. നമ്മൾ ജസ്റ്റ് പുസ്തകം വായിച്ചാലേ നമുക്ക് സംഭവം കിട്ടും. പക്ഷെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ് കയറുക, ഇലോൺ മസ്കിനെ പറ്റിയൊരു ഡോക്യുമെൻ്ററി കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇലോൺ മസ്ക് ഒരു ഗ്ലോബൽ മാനേജറിലാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ദാറ്റ് വിൽ ബി ദെയർ റോൾസ്. അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അയാളെ കണ്ടാൽ, ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് മാനേജർ എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഐഡിയയിൽ, നമ്മുടെ വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ ആൻസറായി. പുസ്തകം തന്നെ വേണമെന്നില്ല. ഓക്കെ, ആ രീതിയിൽ പഠിക്കാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബാക്കി മൊത്തം എക്സാംസിൻ്റെ സമയത്താണ്. ഓക്കെ, നമ്മൾ എങ്ങനെ എക്സാംസ് എഴുതി അവിടെയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. ഒരുപാട് ടീംസ് ഉണ്ട്, ഫുൾ ടൈം വായിച്ച് പല കോച്ചിങ്ങിനും പോയിട്ട്, മോർണിംഗ് ബാച്ച്, ഈവനിങ് ബാച്ച്, വീക്കെൻഡ് ബാച്ച്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ട്യൂഷന് പോയിട്ട് എക്സാം വിന്നർ, യൂട്യൂബ്, എല്ലാ പ്ലാറ്റ്ഫോംസും യൂട്ടിലൈസ് ചെയ്ത് കുറേ പഠിച്ചിട്ടുണ്ടാക്കും. പക്ഷേ എക്സാമിന് പോകുമ്പം ഒക്കെ മറക്കും, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങൾ പോലെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റാതെ വരും, മാർക്ക് കിട്ടാതെ വരും, സ്ട്രെസ്ഡ് ആവും. അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാംസിൽ നമ്മളെങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, അതെങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നോടത്തും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാം അറ്റൻഡ് ചെയ്യാം. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഇത്ര അറിയില്ലെങ്കിലും നമ്പർ ഇട്ടേക്കുക, അതിനോട് വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എഴുതുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എല്ലാവരും പറയേണ്ടത്, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഫസ്റ്റ് ചെയ്ത് അറിയാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ചെയ്താൽ അതൊരിക്കലും ചെയ്യരുത്. അത് ശുദ്ധ മണ്ടത്തരാ. കാരണം എല്ലാവരും പേപ്പർ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കി പോകും, ലാസ്റ്റ് പേജാകുമ്പോൾ നമ്മൾ ശ്രദ്ധ ഒന്ന് കൂടും, അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ അറിയാത്ത വിഷയങ്ങൾ നടുവിൽ മെല്ലെ കൊണ്ടുപോയി എഴുതുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 8 നമുക്കറിയാം, 2 അറിയില്ല. അപ്പോൾ അറിയാത്ത 2 ഈ ഒരു 6ാമത്തെ 7ാമത്തെ പോയിൻ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ അവർ മാർക്ക് ഇട്ടുകൊണ്ട് പോകുമ്പം ഓട്ടോമാറ്റിക്കലി ഇതിന് മാർക്കിട്ട് പോയാൽ അതിനും കൂടെ ചെറിയൊരു മാർക്ക് കിട്ടാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അറിയാത്ത ആൻസറാണ്, തെറ്റാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൻ്റെ എവിടെ എഴുതി കഴിഞ്ഞാലും, ലാസ്റ്റ് എഴുതിയാലും എവിടെ എഴുതിയാലും അതിന് നമുക്ക് മാർക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഇവിടെ ഇടയിൽ കൊണ്ട് തിരികിയാൽ ബൈ ചാൻസിന് മാർക്ക് കിട്ടിയാൽ കിട്ടിയില്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എക്സാമിന് കണ്ടൻറ്റ് അത്ര ഇല്ല, അതായത് ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയില്ല, ഉത്തരങ്ങൾ കുറേയൊന്നും അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ എഴുതാൻ അറിയാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അത് കുറേ എഴുതിണ്ടാക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് പോയിൻ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത്.
അതായത് നമുക്കിപ്പോൾ ഒരു വിഷയത്തെ പറ്റി എഴുതണം, 5 മാർക്കിനാണെങ്കിൽ 5 പോയിന്റ് എഴുതണം നമ്മൾ, അങ്ങനെയാണല്ലോ. പക്ഷേ നമുക്ക് 2 പോയിന്റ് അറിയുള്ളൂ, 3 പോയിന്റ് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറിയുന്ന പോയിന്റ് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതാം. അതായത് നമുക്കൊരു ഇന്ത്യയെ പറ്റിയിട്ട് ചോദ്യം വന്നു, ഇന്ത്യയെ പറ്റിയിട്ട് 5 ഇത് എഴുതാം. അപ്പോൾ നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് BJP സർക്കാരിൻ്റെ നേതാവായ നരേന്ദ്രമോദിയാണ്. ഒറ്റ പോയിൻ്റായിട്ട് എഴുതുന്നതിൽ ഉപരി ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞ 9 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത് BJP സർക്കാരാണ്, 2 പോയിൻ്റായി. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒറ്റ പോയിൻ്റ് ആക്കി നിങ്ങൾക്ക് കുറച്ച് കാച്ചി കുറുക്കി എഴുതാം. പക്ഷെ അത് ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് മാർക്കാണ് വേണ്ടത്, മാർക്കിന് പോയിൻ്റാണ് വേണ്ടത്, അത് എഴുതിയാൽ മതി. 5 മാർക്കുള്ളതിന് 10 പോയിൻ്റ് ഇങ്ങനത്തെ നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് 10 പോയിൻ്റ് എഴുതിയാൽ ആ 10 പോയിന്റിൽ 1-2 തെറ്റാണെങ്കിൽ പോലും നോക്കുന്ന ആൾക്കാർ വിചാരിച്ച് അപ്പോൾ 10 പോയിന്റ് എഴുതിയതിന് 5 മതിയല്ലോ, എക്സ്ട്രാ ഓൾറെഡി ഉണ്ട്, മാർക്കിട്ട് പോകും. പക്ഷെ 5 ഇങ്ങനെ നമ്മൾ കാച്ചി കുറുക്കി എഴുതിച്ച് പോയിട്ട് 1 തെറ്റുണ്ടെങ്കിൽ 1 മാർക്ക് എങ്ങനെയാലും പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ട്രാറ്റജിയും കൂടെ യൂസ് ചെയ്യും. ഇതേപോലെ തന്നെ ഒരു പോയിന്റ് നമുക്ക് അറിയുള്ളൂ, അത് നമ്മൾ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് 2 പോയിന്റ് ആക്കി. ഈ 2 പോയിന്റ് തന്നെ നമ്മൾ മറ്റുള്ള 2 രീതികൾ, ഒന്ന് റിവേഴ്സ് മോഡലും ഒന്ന് മറ്റുള്ള രീതിയിലും എഴുതി കഴിഞ്ഞാലും എന്താവും, പോയിന്റ് കൂടുതൽ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊക്കെ ആൻസറിൽ നമുക്ക് വലിയ ഐഡിയ ഇല്ല, അല്ലെങ്കിൽ അൺനൗൺ ആയിട്ടുള്ള വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റൊരു കാര്യം, ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. പലരും പറയും എക്സാമിന് മുമ്പ് അറിയുന്ന പോയിൻ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കടിയിൽ അണ്ടർലൈൻ ഇടാനൊക്കെ പറയും. അതിനൊന്നും ആവശ്യമില്ല. കാരണം അണ്ടർലൈനൊക്കെ ഇടാൻ വേണ്ടി ഒരുങ്ങിയാൽ അത് ഫുൾ ടൈം വേണം. അതേപോലെ വൃത്തിയിൽ എഴുതുക എന്ന് പറയും എല്ലാവരും. ഈ വൃത്തി നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കും. 1-2 പേജ് നല്ല വൃത്തിക്കാരൻ, ലാസ്റ്റ് പേജൊക്കെ തീരെ വൃത്തി ഉണ്ടാവില്ല, കൊച്ചിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോയിണ്ടാവും. അതേപോലെ ഒരു ഗ്രേഡിൻ്റെ രൂപത്തിലൊക്കെ കാരണം ടോപ്പിലൊക്കെ നല്ല വൃത്തി, താഴെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ നോർമൽ രീതിയിൽ എഴുതുക, എന്നാൽ തന്നെ നമുക്കത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ അണ്ടർലൈനൊക്കെ ഇടുന്ന കാര്യം നോക്കുകയാണെങ്കിൽ അത് ഫുൾ ടൈം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അത് അണ്ടർലൈൻ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഓല് വിചാരിച്ചു ആദ്യത്തെ 2 പേരിലൊക്കെ പോയിൻ്റൊക്കെ അണ്ടർലൈൻ ഇട്ടുണ്ട്, ലാസ്റ്റ് പേജിലൊന്നും അണ്ടർലൈൻ ഇട്ടിട്ടില്ല, ഇതിൽ പോയിൻ്റ് ഇല്ലാന്ന് വരെ അവർക്ക് നോക്കാം, ഇല്ലേ? അങ്ങനെ ചിന്തിച്ചൂടെ? അത്രയേ ഉള്ളൂ. പിന്നെ വെറുതെ മാർജിൻ്റെ ഭംഗി കൂട്ടി വരച്ച് ഉണ്ടാക്കിയാണ്ടൊന്നും സമയം പോക്കേണ്ട ആവശ്യമില്ല. ഒരു പേപ്പർ മടക്കി കഴിഞ്ഞാൽ 1 സെക്കൻഡിനാണ് പരിപാടി കഴിഞ്ഞു. അപ്പം അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള സമയങ്ങളൊന്നും വേസ്റ്റ് ചെയ്യാതെ നിന്നാൽ തന്നെ കുറേയൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് എക്സാംസിൽ അതിൻ്റെ ഓരോ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ മുതലെടുത്തിട്ട് കുറച്ചൊക്കെ സ്കോർ ഉണ്ടാക്കാൻ പറ്റും. അത് വിചാരിച്ചിട്ട് ഫുൾ A+ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ഫുൾ മാർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് പഠിച്ചു അതിനനുസരിച്ചാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പം അതൊന്നും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ചെയ്താലും ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ എന്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞാലും എക്സാം കഴിയും, അതിൻ്റെ റിസൾട്ട് വരും. A+ കിട്ടിയാൽ കിട്ടി, 90% കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു കാര്യമില്ല, കിട്ടിയാൽ പറ്റ ആ ഒരു കാര്യമില്ല. അപ്പം അതിലൊന്നും പിന്നെ വലിയ ബോധത്തിന് ആവശ്യമില്ല. അതിൻ്റെയൊക്കെ ഒരു ചൂട്, അതിൻ്റെയൊക്കെ ഒരു തിളക്കം ആകെ 1-2 മാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, SSLC +2 ഒക്കെ അല്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ SSLC കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും റിസൾട്ട് വന്നാലും അതൊന്നും കരിയറിലെ ടേണിംഗ് പോയിൻ്റ് അല്ല. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി വരാനുണ്ട്, മറ്റുള്ള ഒരുപാട് കോഴ്സുകൾ വരാണ്ട്, ഒരുപാട് സ്പെഷ്യലൈസേഷൻ വരാണ്ട്, നമുക്കറിയാത്ത ആയിരക്കണക്കിന് കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ മാർക്കിലൊന്നും വലിയ കാര്യമില്ല. ഓക്കെ, അൾട്ടിമേറ്റ്ലി നമ്മൾ പരീക്ഷയ്ക്ക് ചിലപ്പം തലേന്നക്കാരം പഠിക്കുന്നത്, ചിലപ്പോൾ ഒരാഴ്ച മുമ്പക്കാരം പഠിക്കുന്നത്, ചിലപ്പോൾ 1 മാസം മുമ്പക്കാരം പഠിക്കുന്നത്, അതിലൊന്നും വലിയ കാര്യമില്ല. എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ നമ്മൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നു, അതെങ്ങനെ എക്സാം പേപ്പറിൽ അപ്ലൈ ചെയ്യുന്നു എന്നിടത്താണ് നമ്മൾ ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടത്. അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? 100% നമുക്ക് പറയാം നല്ല രീതിയിൽ എഴുതി എന്നുള്ളത്. ഓക്കെ, എന്നൊക്കെ പറഞ്ഞു ഏതായാലും താങ്ക് യു.